ഇസ്രായേലിൽ ജോലിക്ക് പോയ തിരുവനന്തപുരം കല്ലമ്പലം സ്വദേശി സുരേഷ് സുന്ദരേശൻ മരിച്ചുവെന്ന് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. ഇസ്രായേലിലെ മലയാളി കൂട്ടായ്മയാണ് മരണവിവരം കുടുംബത്തെ അറിയിച്ചത്. എന്നാൽ ഇന്ത്യൻ എംബസി മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം സുരേഷിനെ കാണാനില്ലെന്ന പരാതിയിൽ ഇന്ത്യൻ എംബസിയും നോർക്കയും അന്വേഷണം തുടരുകയാണ്. പാസ്പോർട്ടിന്റെ കോപ്പിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് തിരക്കി നോക്കാൻ പറഞ്ഞു. അങ്ങനെ അതും വെച്ചിട്ട് അവൻ ഇവിടെ പോയപ്പോഴത്തേക്കും ഇവിടെ തിരക്കിയപ്പോഴത്തേക്ക് എംബസി ഇതിൽ തന്നെ വിളിച്ചൊക്കെ ചോദിച്ച് അപ്പോഴത്തേക്കും പറഞ്ഞ് ഇങ്ങനെ സുരേഷ് എന്ന ഒരാളുടെ ഇത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവനത് വിശ്വസിക്കാൻ പറ്റിയില്ല ആദ്യം. പിന്നെ മലയാളി കൂട്ടായ്മയുടെ ഒരു ഇതുണ്ടായിരുന്നു, സമാജം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് അവിടെയും വിളിച്ചൊക്കെ തിരക്കിയപ്പോഴത്തേക്കും കൺഫേം ആയി സുരേഷ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. 13-ാം തീയതി ചൊവ്വാഴ്ചയാണ് അവൾ ലാസ്റ്റ് എന്നെ വിളിച്ചത്. പിന്നെ അതിനുശേഷം ഇതുവരെ വിളിച്ചിട്ടില്ല. വെള്ളിയാഴ്ച മെസ്സേജ് ഇട്ട് കൊച്ചുങ്ങളെ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളും രാവിലെ എഴുതിച്ച് കടയിൽ പോകുന്ന കാര്യങ്ങളും പറഞ്ഞ് മെസ്സേജ് ഇട്ട് പിന്നെ അവൻ വിളിച്ച് സംസാരിച്ച് പിറ്റേന്ന് ഞാൻ 11 മണിക്ക് വിളിച്ച് ചൊവ്വാഴ്ച 11 മണിക്ക് വിളിച്ചപ്പോൾ കൊച്ചുങ്ങളൊക്കെ വന്നാൽ സ്കൂളിൽ പോയിട്ട് വന്നാന്ന് ചോദിച്ചു. മോൻ വന്ന് മറ്റൊരു ഉച്ചയ്ക്കാണ് പരീക്ഷ എന്ന് പറഞ്ഞ് വെച്ച് തോനേരം സംസാരിച്ചെന്ന് അവന് വീട് മൊത്തം കണ്ടന്റർ മൊത്തം എന്നെ കാണിച്ചു തന്നു. അജ്മൽ ദിറാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജ്മൽ, ഇത്തരത്തിലൊരു വിവരം സുരേഷിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ചുള്ള ഒരു വിവരം ഈ മലയാളി കൂട്ടായ്മയ്ക്ക് എങ്ങനെയാണ് ലഭിച്ചത്? അവർ പങ്കുവയ്ക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൽ, പ്രഭിത, ഈ 4 ദിവസം മുമ്പാണ് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഈ സുരേഷ് സുന്ദരേശൻ എന്ന് പറയുന്ന യുവാവിന്, 42 വയസ്സാണ് അദ്ദേഹത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് കുടുംബം പറയുന്നത്. കുടുംബം ഇപ്പോൾ കല്ലമ്പലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ 17-ാം തീയതി, അതായത് 4 ദിവസം മുമ്പ് അദ്ദേഹം അവസാനമായി വീട്ടിൽ വിളിക്കുകയായിരുന്നു. ലേബർ വിസയിൽ ജോലി ചെയ്യാനായിട്ട് അദ്ദേഹം ഇസ്രായേലിലേക്ക് പോയതായിരുന്നു. എന്നാൽ അവിടെ നിന്ന് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ട് എന്ന കമ്പനിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറി. മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ അദ്ദേഹം ബംഗറിലാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ സ്ഥലത്തേക്ക് മാറിയ ശേഷമാണ് 17-ാം തീയതി അദ്ദേഹം അവസാനമായി വീട്ടിൽ വിളിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ യാതൊരു വിവരവും വീട്ടിൽ ലഭിച്ചിട്ടില്ലെന്ന് പറയുന്നു. ഇനി ഈ പറയുന്ന സംഘർഷമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പക്ഷെ അങ്ങനെ എങ്ങാനും ഇദ്ദേഹത്തിന്റെ മരണം എങ്ങാനും സംഭവിച്ചിട്ടുണ്ടോ എന്ന ആശങ്കയിൽ കുടുംബം ഇരിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി ഇസ്രായേലിലെ മലയാളി സംഘടനകൾക്ക് അയച്ചു കൊടുക്കുകയും അവരിത് പരിശോധിച്ച ശേഷം ഇങ്ങനൊരു യുവാവ് ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് കുടുംബത്തെ അറിയിക്കുകയും ചെയ്താൽ. എന്നാൽ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഇതേവരെ അതേക്കുറിച്ച് ഒരു സ്ഥിരീകരണവും ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇവരുടെ പരാതി പോലീസിന് നൽകിയിട്ടുണ്ട്, MLA ക്ക് നൽകിയിട്ടുണ്ട്, അടൂർ പ്രകാശ് MP ക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇവരുടെ പരാതിയിൽ എംബസിയും അതോടൊപ്പം തന്നെ നോർക്ക റൂട്ട്സും ഒക്കെ അന്വേഷണം തുടരുകയാണ്. അജ്മൽ, മരണം എങ്ങനെ സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ നിലവിൽ അതേക്കുറിച്ചൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇവർ മരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വിവരം, ഒരു ഇൻഫർമേഷൻ ഈ പറയുന്ന മലയാളി സമാജത്തിന്റെ സംഘടനയുടെ ഭാഗത്തു നിന്ന് കുടുംബത്തിന് ലഭിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അതിൽ യാതൊരുവിധ സ്ഥിരീകരണവും ഈ പറയുന്ന എംബസിയുടെ ഭാഗത്തോ ഉത്തരവാദിത്തപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ നമുക്ക് കൈമാറിയിട്ടില്ല. ഏതായാലും ലേബർ വിസയിൽ നാട്ടിൽ നിന്ന് പോവുകയും 7ഉം 5ഉം വയസ്സുള്ള കുട്ടികളുടെ പിതാവുമായ സുരേഷ് സുന്ദരേശനാണ് ഇപ്പോൾ നിലവിൽ 17-ാം തീയതി മുതൽ കുടുംബവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടാനുള്ള സാഹചര്യം നിലവില്ലാത്ത സാഹചര്യത്തിൽ ആശങ്കപ്പെട്ട കുടുംബം അധികൃതരെ സമീപിച്ചെങ്കിലും വിവരങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് മറ്റ് സമാന്തരമായ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ മരിച്ചിട്ടുണ്ട് എന്നൊരു സന്ദേശം കുടുംബത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഏതായാലും അതിൽ മറ്റ് അധികൃത ഭാഗത്തു നിന്നൊക്കെയുള്ള സ്ഥിരീകരണം വന്ന ശേഷം മാത്രമേ അതിൽ കൂടുതൽ വിവരങ്ങളും അതിൽ കൂടുതൽ ഉറപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ലഭിക്കുകയുള്ളൂ. ശരി, സുരേഷിന്റെ മരണം എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല. പക്ഷേ അതേസമയം തന്നെ അവിടുത്തെ മലയാളി സംഘടനകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ഇപ്പോൾ ബന്ധുക്കളെ അറിയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ അത് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ള ആ ഒരു വ്യക്തത അത് തീർച്ചയായും വരേണ്ടതുണ്ട്. ഇന്ത്യൻ എംബസി ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നത് നമ്മളും പ്രതീക്ഷിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.